ലാലേട്ടനാണ് എന്റെ ജോലി സത്യത്തിൽ കളഞ്ഞത്. ലാലേട്ടനോ? എങ്ങനെ? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഒരു കട്ട ആരാധികയാണ് ഞാൻ. ഇതിപ്പോ ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ലാലേട്ടന്റെ സിനിമയിലെ ഡയലോഗുകൾ പറയാം. ആ സിനിമയുമായി റിലേറ്റ് ചെയ്ത്, ഞാൻ എക്കണോമിക്സ് ആണ് ആക്ച്വലി. 2016 അതിലൊരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിക്കാം. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതെ അതെ, റാങ്ക് ഹോൾഡർ ഒക്കെയാണ് യൂണിവേഴ്സിറ്റിയിൽ. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സിനിമാ മോഹം വരുമ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിനിമയുമായി റിലേറ്റ് ചെയ്ത് ഞാൻ തിയറികളൊക്കെ പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി സിനിമയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പിന്നെ സിനിമയുടെ കഥ ചിലപ്പോൾ ഒന്ന് പറഞ്ഞു വരും. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടും. പക്ഷെ ഇത് കറങ്ങിത്തിരിഞ്ഞ് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് അധികം വർക്ക് ചെയ്തിട്ടുള്ളത്. കറങ്ങിത്തിരിഞ്ഞ് സഹപ്രവർത്തകരുടെ ഇടയിലേക്ക് ഈ സംഭവം എത്തും. നിഷ മിസ് അവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കലൊന്നുമല്ല, സിനിമാഭിനയം ഡയലോഗ് പറച്ചിലൊക്കെയാണ്. അപ്പൊ സ്വാഭാവികമായും മലയാളികൾക്ക് പൊട്ടുന്ന ഒരു കുരു ഉണ്ടല്ലോ, ആ കുരു സ്വാഭാവികമായി പൊട്ടും. അപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. അപ്പോൾ മാനേജ്മെന്റ് പറയും, ഇത്രയും അനുസരണയില്ലാത്ത ഒരു ടീച്ചറെ നമുക്ക് ഇവിടെ ആവശ്യമില്ല, നിങ്ങൾ കുടുംബത്തിരുന്നോളം പറയും. അപ്പൊ കരിക്കുലത്തിലുള്ള സംഭവങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു ചട്ടക്കൂടിനുള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു ടീച്ചറായിട്ട് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പണിക്ക് പോകണ്ടാന്ന് തീരുമാനിച്ചു. ലാലേട്ടനെ മനസ്സിൽ ധ്യാനിച്ച്